നല്ല പടം, നല്ല വയലൻസ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കര വയലൻസ്. KGF-നെ കാട്ടി നല്ല പടമാണത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, പക്കാ വയലൻസ് പടമാണ്. ഉണ്ണിമോഹൻ കിട്ടില്ല, ബോഡിയൊക്കെ സെറ്റ്. കൊള്ളാം ചേട്ടാ, കിടലം പടം. അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്ലൈമാക്സ് ഒക്കെ കാണണം. വില്ലനിസം ഒക്കെ ഒരു രക്ഷയില്ല. വില്ലൻ ഒരു 10 മിനിറ്റ് വില്ലൻ വരും, കാണിച്ചിട്ട് പോകണം. ചോര മാത്രമേ ഉള്ളൂ. പണിയില്ല, ചോര കളി, വേറെ ഒന്നുമില്ല. ഫാമിലിക്ക് വേണ്ടി ചോര ഒഴുക്കുന്നു, അത്രേ ഉള്ളൂ. ഫസ്റ്റ് വെച്ച പടം എന്തായാലും പോയി തിയേറ്ററിൽ പോയി കണ്ടേ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല. ഉണ്ണിമോന്തം പൊളിച്ച് അന്യായ ഇൻട്രോ ഫൈറ്റ് തന്നെ കാണണം. വയലൻസ് ഒക്കെ അന്യായമെന്ന്. പടം കൊള്ളാം, പടം കിടില്ല. ക്രിസ്മസിന്റെ പടം കൊണ്ടുപോയി. ഓണത്തിന് ഏറമാണെങ്കിൽ ഇത് ക്രിസ്മസ് മാർക്കമായിരിക്കും. പ്രോമിസ് ചെയ്തത് മലയാളത്തിലെ ഏറ്റവും വയലന്റ് സിനിമയാണ്, പക്ഷേ ഇത് കില്ലിന്റെ 10x ആണ്. അടിപൊളി വാട്ട് ദേ ഹാവ് പ്രോമിസ് ദേ ഹാവ് ഡെലിവേർഡ്. അടിപൊളി സിനിമ. അവിടെ ഇമോഷൻസ് ഇല്ല, സ്നേഹമൊന്നുമില്ല. ഫുള്ള് ചോര മാത്രമേ ഉള്ളൂ പടത്തില്. ഫാമിലി പോയി കാണരുത് ഈ പടം. ദയവ് ഫാമിലിയും കുഞ്ഞുങ്ങളൊന്നും പോയി കാണാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. ഈ ഇവിടെ എന്ത് പറയും, അവസാനത്തെ വില്ലനിസം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. മാർക്കൊന്നുമല്ല, വില്ലനിസം കൊണ്ടുപോയത്. പടം അടിപൊളി, ഒരു രക്ഷയില്ല. കൊള്ളാം, നല്ല പടം. അതായത് സെക്കൻഡ് ഹാഫ് പടം ഒരു പോക്കങ്ങ് പോയി, കിട്ടില്ല. വയലൻസ് എന്ന് പറഞ്ഞാൽ ബ്രൂട്ടൽ വയലൻസ് ഒന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഓരോ സീനും ഡയറക്ടറിന്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചില്ല അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര വയലൻസ്. ഈ കില്ല് എന്ന് പറയുന്ന പടം എല്ലാവരും പറഞ്ഞില്ലേ ഇപ്പോൾ ഏറ്റവും വയലന്റ് പടം, അതിനേക്കാളും നല്ല പോക്കാ പോയത്. ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഇവര് കുറച്ചൊന്ന് ഇതാക്കിയ, ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. എന്റെ പൊന്നു ബ്രോ, വയലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മോളിവുഡ് ഈ ഒരു ലെവൽ സാധനം പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ കണ്ട അനിമലോ കില്ലോ ഒന്നും അല്ല എന്ന് നമ്മളിത് കാണും മനസ്സിലാവും. സ്പെഷ്യലി സെക്കൻഡ് ഹാഫ് അവരെന്താണോ അഡ്വർടൈസ് ചെയ്തത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹനീഫ് അതിന് തന്നിട്ടുണ്ട്. സീൻസ് ആണ്. നല്ല സിനിമയാണ്. 2024 നമുക്ക് ക്രിസ്മസ് റിലീസ് ആയിട്ട് ഒരു നല്ല സിനിമ കിട്ടി. ഇല്ല സിനിമയെന്ന് വെച്ച് നോക്കുമ്പോഴും ഇല്ല സിനിമയൊന്നും ഒന്നുമല്ല. അയ്യരി കളിയാണ് ഈ സിനിമ. ഉണ്ണി മുകുന്ദൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ, ഡയറക്ഷൻ, അഭിനയം, വില്ലന്മാര്, ഫൈറ്റ്. വെറുതെ എന്തിനോ വേണ്ടി ഫൈറ്റ് ചെയ്യല്ല. അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്, അതിൻ്റെതായ ത്രില്ലുണ്ട്, എല്ലാം ഉണ്ട്. മികായലിൽ നമ്മളൊരു ഫാമിലി സ്റ്റോറി ബേസ് ചെയ്താണ് മാർക്കോ പറഞ്ഞത്. അതേ സംഭവം തന്നെയാണിത്. പക്ഷെ അതുമായിട്ട് ടച്ചൊന്നുമില്ല. പക്ഷെ 2.5 മണിക്കൂർ സിനിമ കിട്ടില്ല സിനിമ. എന്തുകൊണ്ട് നമുക്ക് ട്രെയിലർ തന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ട്രെയിലറിൽ കിട്ടാത്തത് സിനിമയിൽ വന്നപ്പോൾ ആ ടീസർ കൊണ്ട് തന്നെ ഈ സിനിമ വിധി എഴുതി. 2024 ക്രിസ്മസ് മാർക്കോ തന്നെ ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ സൂപ്പർ സിനിമ. നമുക്ക് കൊടുക്കണ പൈസ വെർത്താണ്. കിട്ടില്ല സിനിമ, നല്ല സിനിമ. നമുക്ക് നമുക്ക് ഫാമിലിയായിട്ട് കാണാനേ പറ്റൂല. നമുക്കൊരു അറപ്പ് തോന്നിപ്പോ, നമുക്ക് അറപ്പാണെങ്കിൽ ഫാമിലി കയറും. പക്ഷെ നമുക്ക് എന്താ കില്ലിന്റെ ഒരു 3 ഇരട്ടി കയറും. ആ റേഞ്ച്. ഉണ്ണിമോഹന്റെ സ്ക്രീൻ പ്രസൻസ്, ആ ഫ്രെയിം കിട്ടില്ല, രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ചോര പുഴയാണ്, നമുക്ക് കാണാനേ പറ്റൂല. ഫസ്റ്റ് ഹാഫ് പിന്നെ ഓക്കെയാണ്.